Good afternoon, children. So, ഇന്ന് നമ്മൾ ജോഗ്രഫിയിൽ നെക്സ്റ്റ് ലെസൺ ദാറ്റ് ഈസ് അവർ ചേഞ്ചിങ് എർത്ത്. തേർഡ് ലെസൺ അവർ ചേഞ്ചിങ് എർത്ത്. അപ്പം നമ്മൾ മാൻറ്റിൽ, ക്രസ്റ്റ്, മാഗ്മ, ലാവ, വോൾക്കാനോ ഇതെല്ലാം പഠിച്ചു അല്ലേ. ഇനി നമ്മുടെ അതിൽ വരുന്ന ഇനി അടുത്ത മോമെൻറ്റ്, അതായത് എങ്ങനെയാണ് എർത്ത് ക്വേക്സ് ഒക്കെ ഉണ്ടാവുന്നത് അല്ലേ. എങ്ങനെയാണ് എർത്ത് ക്വേക്ക് ഉണ്ടാവുന്നത്, അത് എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്, അതിൻ്റെ പ്രിക്കോഷൻ എന്തൊക്കെയാണ്, എങ്ങനെയാണ്, ഹൗ ഈസ് ദ ഒറിജിൻ ഓർ വാട്ട് ഈസ് ദ ഒറിജിൻ ഓഫ് ആൻ എർത്ത് ക്വാക്ക്, അപ്പോൾ അത് എന്തുകൊണ്ടാണ് നടക്കുന്നത്, ഏതൊക്കെ തരം ഫോഴ്സസ്സാണ് അതിന് എർത്ത് ക്വേക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ടാക്കുന്നത്, അങ്ങനെയുള്ളതിനെയൊക്കെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ആദ്യം നമ്മൾ ക്രസ്റ്റിൻ്റെ ഇതിൽ പഠിച്ചിട്ടുണ്ട്, ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആദ്യം എന്താണ് ലിത്തോസ്ഫിയർ, നമ്മൾ പറഞ്ഞു ഏറ്റവും ഔട്ടർ പാർട്ട് ഓഫ് ദ എർത്തിനെയാണ് നമ്മൾ, അതിലെന്താ ഉണ്ടാവുക, ക്രസ്റ്റും ഉണ്ടാവും, അപ്പർ മാൻറ്റിലുണ്ടാവും, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലിത്തോസ്ഫിയർ. ഈ ലിത്തോസ്ഫിയർ കുറേ എന്താ പറയുക ചെയ്തിട്ട് കുറേ നമ്പർ ഓഫ് പ്ലേറ്റ്സ് ഫോം ചെയ്യും. ഓക്കെ, അതിനെയാണ് നമ്മൾ ലിത്തോസ്ഫെറിക് പ്ലേറ്റ്സ് എന്ന് പറയുന്നത്. ഈ പ്ലേറ്റ്സ് മെല്ലെ 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 മൂവ്മെൻ്റ് ഉണ്ട് ഈ പ്ലേറ്റ്സിന്, ഇൻസൈഡ് ദ എർത്താണ്. മനസ്സിലായോ? ഭൂമിയുടെ അടിയിൽ ഈ പ്ലേറ്റ്സ്, ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സ് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട് ചുറ്റിനും, ആദ്യം സ്ലോലി ആയിട്ട്. എല്ലാ കൊല്ലവും ഈച്ച് ഇയർ ഇതിൻ്റെ മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട് എന്നാണ് പറയണത്. അപ്പോൾ എന്താവും, ഇതിങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മോൾട്ടൻ മാഗ്മയൊക്കെ പഠിച്ചു ലാസ്റ്റ് ലെസണിൽ അല്ലേ. അത് എന്ത് ചെയ്യും, അത് ഇങ്ങനെ ഒരു സർക്കുലർ മാനറിൽ ഇങ്ങനെ റൗണ്ട് ചെയ്യും. അപ്പോൾ ഈ മൂവ്മെൻറ്റ്, പ്ലേറ്റ്സിൻ്റെ മൂവ്മെൻറ്റ് കാരണം സർഫസ് ഓഫ് ദ എർത്തിൻ്റെ സർഫസിൽ ചെറിയ ചെറിയ ചേഞ്ചസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ മൂവ്മെൻറ്റ്സിനെ അവരെങ്ങനെയെന്ന് വെച്ചാൽ അതിൻ്റെ ഫോഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മെയിൻലി രണ്ട് ടൈപ്പ് ഓഫ് ഫോഴ്സ് ഉണ്ട്. ഓക്കെ, ഒന്ന് എൻഡോജനിക് ഫോഴ്സസ്, രണ്ടാമത്തത് എക്സോജനിക് ഫോഴ്സസ്. അപ്പോൾ ഈ പേര് എങ്ങനെ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസൈഡ്, എക്സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്സൈഡ്. ഓക്കെ, ജെനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിൻ, എവിടെ നിന്നാണോ അതിൻ്റെ തുടക്കം അത്. അങ്ങനെയാണ് എൻഡോജനിക്, അതായത് അപ്പം തന്നെ മനസ്സിലായില്ലേ, ഈ മൂവ്മെൻറ്റിൻ്റെ ഫോഴ്സസ് ഭൂമിയുടെ അടിയിലുള്ളതിനെയാണ് നമ്മൾ എൻഡോജനിക് ഫോഴ്സസ് എന്ന് പറയുന്നത്, അടിയിലുണ്ടാവുന്ന മാറ്റത്തിന്. അതേസമയം എക്സോ എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ്. അപ്പോൾ ഭൂമിക്ക് പുറത്തുണ്ടാവുന്ന ഫോഴ്സസ് കൊണ്ട് ആ സർഫസിൽ വരുന്ന ചേഞ്ചിനെയാണ് നമ്മൾ എക്സോജനിക് ഫോഴ്സസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പഠിച്ചാണ് വോൾക്കാനോ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് അല്ലേ. അപ്പോൾ ഈ സഡൻ പെട്ടെന്നുണ്ടാവുന്ന മൂവ്മെൻറ്റ്സ്, പെട്ടെന്ന് അതിൻ്റെ ഫോഴ്സ് കൂടും. അപ്പോൾ അങ്ങനെ പെട്ടെന്നുണ്ടാവുന്ന മൂവ്മെൻറ്റ്സ് കാരണമാണ് എർത്ത് ക്വേക്സും വോൾക്കാനോസൊക്കെ ഉണ്ടാവുന്നത് എന്നാണ് പറയണത്. ഓക്കെ, ഇനി എന്താണ് എർത്ത് ക്വേക്ക് എന്നുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിങ്ങനെ പ്ലേറ്റ്സ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ ഒരു വൈബ്രേഷനും ഒപ്പം ഇങ്ങനെ ട്രാവൽ ചെയ്യും അല്ലേ. ഒരു സാധനം ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഇളക്കം ഉണ്ടാവുമല്ലോ അല്ലേ. ആ ഒരു ഇളക്കത്തിൻ്റെ വൈബ്രേഷനും അതിൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ ചില സമയത്ത് അതിൻ്റെ വൈബ്രേഷൻ കൂടുതലാവും, ചിലപ്പോൾ കുറവാവും, ചിലപ്പോൾ ആരും അറിയാണ്ട് വെരി സ്ലോ വൈബ്രേഷൻ ആയിരിക്കും. അപ്പം നമുക്ക് എർത്ത് ക്വേക്ക് ഫീൽ ചെയ്യേ ഇല്ല. ഓക്കെ, അപ്പോൾ ഈ വൈബ്രേഷൻസിനെയാണ് നമ്മൾ എർത്ത് ക്വേക്ക് എന്ന് പറയണത്. ഓക്കെ, പിന്നെ ഈ എങ്ങനെയാണ് എർത്ത് ക്വേക്ക് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് അടുത്തത്. അപ്പോൾ വൈബ്രേഷൻ ഉണ്ടാവാൻ അതിന് ആദ്യം നമ്മൾ ഫോക്കസ് എന്താണെന്ന് മനസ്സിലാക്കണം. എവിടുന്നാണോ ക്രസ്റ്റിലെ ഏത് ഭാഗത്തു നിന്നാണോ ഈ വൈബ്രേഷൻ
സ്റ്റാർട്ട് ചെയ്യണത് അതാണ് ഫോക്കസ്. അതിനെയാണ് നമ്മൾ ഫോക്കസ് എന്ന് പറയുന്നത്. അതേസമയം ഈ ഫോക്കസിൻ്റെ മുകളിലുള്ള സർഫസിനെയാണ് നമ്മൾ എപ്പിക് സെൻറ്റർ എന്നും പറയണത്. അപ്പോൾ ഈ വൈബ്രേഷൻസ് എപ്പിക് സെൻറ്ററിന്ന് പുറത്തേക്കാണ് പോകുന്നത്, വിട്ടിട്ടാണ് പോകുന്നത്. ഓക്കെ, അത് എങ്ങനെ പോകുന്നത്? വേവ്സ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഏറ്റവും ഡേഞ്ചറസ് സെൻറ്റർ എപ്പിക് സെൻറ്ററിൻ്റെ അടുത്തുള്ള ഭാഗങ്ങളിലായിരിക്കും ഡാമേജ് കൂടുതലായിട്ട് ഉണ്ടാവുക എർത്ത് ക്വേക്കിൻ്റെ. ഈ എപ്പിക് സെൻറ്ററിൽ നിന്ന് അത് നീങ്ങി നീങ്ങി പോവുകയാണെങ്കിൽ ആ എർത്ത് ക്വേക്കിൻ്റെ സ്ട്രെങ്ത്ത് ഡിക്രീസ് ആവുന്ന പറയണത്. അതിൻ്റെ ശക്തി അല്ലെങ്കിൽ കാഠിന്യം കുറഞ്ഞിരിക്കും. പിന്നെ വേറൊന്ന് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, നമ്മുടെ ഈ ഡിസാസ്റ്റേഴ്സ് വരുമ്പോൾ, ഇപ്പോൾ എസ്പെഷ്യലി സുനാമി, ഫ്ലഡ്, ഫ്ലഡ്, പിന്നെ അത് അങ്ങനത്തെ എർത്ത് ക്വേക്സ് അതിൻ്റെയൊക്കെ വരുന്ന സമയത്ത് നോക്കിയിട്ടുണ്ടോ, മനുഷ്യരാണ് കൂടുതൽ അപകടത്തിൽപ്പെടുക. അനിമൽസിന് അത് സെൻസ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട് എന്നാണ് പറയണത്. ഓക്കെ, അനിമൽസ് ക്യാൻ സെൻസ് ഇറ്റ്. അപ്പോൾ എന്താവും, അവർ ഇതിങ്ങനെ വരുന്നത് അറിയുമ്പോഴേക്കും രക്ഷപ്പെടും. ഇപ്പം നോക്കിയിട്ടുണ്ടോ, സുനാമിയിൽ ഒരു അനിമൽസും പെട്ടിട്ടില്ല സുനാമി വന്നപ്പോൾ. മറിച്ച് വീടുകളും ആ വീടുകളിൽ കിടന്നുറങ്ങിയ മനുഷ്യർക്കുമാണ്, പിന്നെ കെട്ടിയിട്ട അനിമൽസ്, കാരണം അതിന് എങ്ങോട്ടും ഓടിപ്പോകാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള അനിമൽസിനെ മാത്രമേ ഇത് എഫക്റ്റ് ചെയ്തിട്ടുള്ളൂ, അല്ലെങ്കിൽ ഈ അപകടത്തിൽ പെടാൻ സാധ്യതയുള്ളൂ. അപ്പം നമ്മുടെ ഈ എർത്ത് ക്വേക്ക് എപ്പോൾ ഉണ്ടാവുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ വോൾക്കാനോ ലെസണിൽ പഠിച്ച പോലെ തന്നെ വോൾക്കാനോ എപ്പോഴാണ് പൊട്ടിത്തെറിക്കുക എന്നുള്ളത് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് എർത്ത് ക്വേക്ക് എപ്പോഴാണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതേസമയം അതിൻ്റെ ഇമ്പാക്റ്റ് കുറയ്ക്കാൻ പറ്റും നമ്മൾ ഒന്ന് പ്രിപ്പയർ ആയിട്ടിരുന്നാൽ. അതായത് ഇങ്ങനെ എർത്ത് ക്വേക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അപ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ. അതിന് എന്തൊക്കെ പ്രിപ്പയർഡ്നെസ് പറഞ്ഞാൽ, സേഫ് സ്പോട്ടിലേക്ക് മാറിയിരിക്കുക. എവിടെയാണ് ഒരു എർത്ത് ക്വേക്ക് അഥവാ ഉണ്ടാവുകയാണെങ്കിൽ എവിടെ ഇരിക്കണം, പിന്നെ ഫയർ പ്ലേസ്, വിൻഡോസ്, മിറേഴ്സ്, പിക്ചർ ഫ്രെയിം, അതിൻ്റെ അവിടെ നിന്നൊക്കെ മാറി നിൽക്കുക. കാരണം ഇതിങ്ങനെ ഇളകുന്ന സ്പീഡിൽ ചിലപ്പോൾ അതൊക്കെ നമ്മുടെ തലയിലേക്ക് വീഴാൻ സാധ്യതയുള്ള കാരണം. പിന്നെന്താണ്, ഇങ്ങനെ വല്ല ഡിസാസ്റ്റർ വരികയാണെങ്കിൽ അതിനെപ്പറ്റി ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ അറിയിപ്പ് കൊടുക്കുക. കോൺഫിഡൻ്റ് ആയിട്ട് അതിനെ ഫേസ് ചെയ്യുക അല്ലേ. ഈ ഡിസാസ്റ്ററിനെ നമുക്കൊന്നും ഇല്ലാതെയാക്കാൻ പറ്റില്ല. അത് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സാണ്, എർത്ത് ക്വേക്ക്, ഫ്ലഡ്, എല്ലാ കാര്യങ്ങളും. ഓക്കെ, സോ പിന്നെ വേറൊന്ന് പറയുന്നത്, എർത്ത് ക്വേക്കിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധാരണ ആൾക്കാർ, ലോക്കൽ ആൾക്കാർ അല്ലെങ്കിൽ സാധാരണ മനുഷ്യർ, അവർ അനിമൽസിൻ്റെ ബിഹേവിയർ ചേഞ്ച് എന്നാണ് മനസ്സിലാക്കുക. അതായത് ഈ സുനാമിയൊക്കെ വരുമ്പോൾ പക്ഷികൾ വളരെ ഡിസ്റ്റർബ്ഡ് ആവുമെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഡിസ്റ്റർബ്ഡ് ആകുമ്പോൾ ഈ ബേർഡ് വാച്ചിങ് സെൻറ്റേഴ്സിൽ അവർക്ക് മനസ്സിലാവും എന്തോ ഒരു ഡിസാസ്റ്റർ വരാനിരിക്കുന്നു. ഓക്കെ, അതേപോലെ ഈ എർത്ത് ക്വേക്ക് ഉണ്ടാകുമ്പോൾ അവർ നോക്കുന്നത് ഈ പോൺസിലൊക്കെ മീനുകൾ വല്ലാണ്ട് പരിഭ്രാന്തരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത്, പിന്നെയോ നമ്മൾ കാണാത്ത തരം പാമ്പുകളൊക്കെ അങ്ങനെ മുകളിലേക്ക് സർഫ്, അവരൊക്കെ മാളത്തിൻ്റെ ഉള്ളിലാണ് അല്ലേ. പാമ്പുകൾ എവിടെ വസിക്കുക അല്ലെങ്കിൽ താമസിക്കുക? മാളത്തിൻ്റെ ഉള്ളിൽ. പക്ഷെ ഇങ്ങനെ എർത്ത് ക്വേക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അവർക്ക് ആ അടിയിലത്തെ ആ വൈബ്രേഷൻസ് അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അവരൊക്കെ മാളത്തുനിന്ന് പുറത്തേക്ക് വന്നിട്ട് നല്ലോണം കൂടുതൽ പാമ്പുകളെ കാണുന്നൊരു സാഹചര്യം വരിക. ഓക്കെ, ഇങ്ങനെയൊക്കെ സാധാരണ ആൾക്കാർക്ക് അങ്ങനെയൊക്കെ അനിമൽ ബിഹേവിയറിനും ഇതെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ചിലവർ ഈ സുനാമി വരുമ്പോൾ ഒരു നായ ഓളിയിട്ട കാര്യം പറയുന്നുണ്ട്. ഡോഗ് ഓളിയിട്ടു, അതിൻ്റെ സൗണ്ട് വല്ലാത്തൊരു തരമായിരുന്നു. ഇറ്റ് സൗണ്ട്സ് ലൈക്ക് എന്തോ ഒരു ഡിസാസ്റ്റർ വരുന്നതിൻ്റെ സൈൻ മാതിരിയായിരുന്നു എന്നൊക്കെ ഇതിൽ കണ്ടിട്ടുണ്ട്. ഇനി ഈ എർത്ത് ക്വേക്കിനെ എർത്ത് ക്വേക്കിനെ നമ്മൾ മെഷർ ചെയ്യണമല്ലോ, എല്ലാത്തിനെയും നമ്മൾ മെഷർ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ അളവ് എത്രയുണ്ട് നോക്കുന്നതിന് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരാണ് സിസ്മോഗ്രാഫ്. സിസ്മോഗ്രാഫ് നമ്മൾ കണ്ടിട്ടുണ്ട്. എവിടെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ KFRAയിൽ പോയപ്പോൾ അവിടെ സിസ്മോഗ്രാഫിൻ്റെ അവിടേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു നമ്മളെ. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും?
അവിടെ പോയിട്ട് നമ്മൾ ആ മെഷീൻ വർക്ക് ചെയ്യണതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ എർത്ത് ക്വേക്കിൻ്റെ മെഷർ എടുക്കുന്ന ആ സ്കെയിലിന് പറയുന്ന പേരാണ് റിക്ടർ സ്കെയിൽ. അപ്പോൾ ഇത്ര റിക്ടർ സ്കെയിലിൻ്റെ മുകളിലാണെങ്കിൽ അത് വളരെ ഡേഞ്ചറസ് എന്നാണ് പറയുന്നത്. അതായത് എബോവ് 60 ആൻഡ് ഹയർ മാഗ്നിറ്റ്യൂഡ് ആണെങ്കിൽ അത് വളരെ സ്ട്രോങ് ആയിരിക്കും. എന്നാലോ 7.0 മുകളിലാണെങ്കിൽ മേജർ എർത്ത് ക്വാക്ക് എന്നാണ് പറയുന്നത്. ചിലത് 2.0 അങ്ങനെ ലെസ്സായിട്ട്. ഇപ്പം ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടറിയില്ല, ചിലപ്പോൾ ചില സമയത്ത് വല്ല പാത്രമോ സ്പൂണൊക്കെ വീണ സൗണ്ട് കേൾക്കും. അത് ആ വൈബ്രേഷൻ അത്ര ബലമല്ല, സ്ലൈറ്റായിട്ടൊന്ന് മൂവ് ചെയ്യുമ്പോൾ ഒന്ന് തട്ടിപ്പോയ പോലെ. മനസ്സിലായോ? അത് വളരെ ലെസ്സായിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ. എന്നാലോ 5.0 മാഗ്നിറ്റ്യൂഡിലുള്ളൊരു എർത്ത് ക്വേക്ക് ആണെങ്കിൽ സാധനങ്ങൾ വീഴാനുള്ള സാഹചര്യമുണ്ട് എന്നാണ് സയൻറ്റിസ്റ്റ്, ജിയോളജിസ്റ്റൊക്കെ പറയുന്നത്. ഓക്കെ. നൗ ലെറ്റ് us see the notes. ഓക്കെ. So, chapter 3, our changing earth. Lithospheric plates. അതെന്താന്നുള്ളത് ആദ്യം നോക്കാം. The rigid outer part of the earth consisting of the crust and upper mantle is lithosphere. It is broken into a number of plates and is known as the lithospheric plates. These plates move slowly because of the movement of the molten magma inside the earth. This molten magma moves in a circular manner. Movement of these plates causes changes on the surface of the earth. Now let us see the movements of the earth. The earth movements are divided on the basis of forces. There are two movements, and first one, endogenic force. The forces which act in the interior of the earth is called endogenic force. The forces that work on the surface of the earth is called exogenic force. Endogenic forces produce sudden movements and at other times produce small movements. Sudden movements like earthquakes and volcanoes cause mass destruction over the surface of the earth. Now let us see what is an earthquake. When lithospheric plates move, the surface of the earth vibrates. These vibrations can travel all round the earth. These vibrations are called earthquakes. Now let us see the origin of the earthquake. Origin എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത്. The place in the crust where the movement starts is called the focus. The place on the surface above the focus is called the epicenter. Vibrations travel outwards from the epicenter as waves. Greatest damage is usually closest to the epicenter, and the strength of the earthquake decreases away from the center. Earthquake occurs at the focus, which is the origin of seismic energy. അപ്പോൾ ആ ഫോക്കസിൻ്റെ അവിടെയാണ് എന്തുള്ളത്? സെസ്മിക് എനർജി ഉള്ളത്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റിന് പേര് വന്നിട്ടുണ്ടാവുക, എന്ത്? സെസ്മോഗ്രാഫ് അല്ലേ? എർത്ത് cannot be predicted. വളരെ ഇമ്പോർട്ടൻ്റ് ആണത്, നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. Common earthquake prediction methods adopted locally by people, including studying animal behavior. Example, fish in the ponds get agitated, snakes come to the surface. Now, measuring an earthquake. How you will measure an earthquake? An earthquake is measured with a machine called seismograph.
The magnitude of the earthquake is measured on the Richter scale. Okay, so അതുവരെ ഒന്ന് വായിച്ചു നോക്കൂ. ടെക്സ്റ്റ് ബുക്കിൽ റിക്ടർ സ്കെയിൽ അതിൻ്റെ ഇതൊക്കെ ഉണ്ട്, പ്രിപ്പറേഷൻസ്, എർത്ത് പ്രിപ്പയർഡ്നെസ്, അതൊക്കെ ഉണ്ട്. അതുവരെ നിങ്ങൾ യു ജസ്റ്റ് ഗോ ത്രൂ ദ ടെക്സ്റ്റ് ബുക്ക്. എനി ഡൗട്ട്സ് വി ക്യാൻ clarify it later. Okay children, so that's all for you today. Thank you children.